അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 217 ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا والفتنة أكبر. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. പല്ല് ചുണ്ടിൽ തട്ടിച്ചിട്ടുള്ള ഉച്ചാരണം തെറ്റാണ് കേട്ടോ. വൽ ഫിത്നതു എയർ പാസ് ചെയ്യുന്ന സൗണ്ട് കൊടുക്കുക. കൊൽക്കല ലെറ്ററിലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂനും കൊടുക്കുക. അതോടൊപ്പം തന്നെ എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുത്തിട്ട് ഉച്ചരിക്കുക. വൽ ഫിത്നതു അതുപോലെ ഓതാട്ടോ. അക്ബറു കാഫിനും അതുപോലെ തന്നെയാണ് വിശേഷണം വരുന്നത്. ഹാഫ് സുക്കൂന് കൊടുക്കും ചെയ്യുക. കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കും ചെയ്യുക. എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക. അക്ബറു അതുപോലെ ഓതാട്ടോ. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. വൊമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഇവിടെ ത കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. താക്ക് പിന്നെ എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കണം. ഖത്ൽ അതുപോലെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ ലാമിന് ഹാഫ് സുക്കൂനും കൊടുക്കാനും ശ്രദ്ധിക്കുക. മീനൽ ഖത്ൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വഖഫ് ചെയ്യരുത്. മീനൽ ഖത്ൽ അതുപോലെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ولا يزالون يقاتلونكم വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. സായുടെ സൗണ്ടിനെ അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ട് ഒന്നായി പോവാതെ നോക്കുക. തേനീച്ചയുടെ മുളൽ പോലെയുള്ള സൗണ്ട് നമുക്ക് പറയാറില്ല, അതുപോലെ കൊടുക്കുക കേട്ടോ. യസാലൂന യുഖാതിലൂനകും. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. അലിഫ് സോയറയാണ് കൂടെ വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാൽ നമ്മൾ പറയാറുണ്ടായിരുന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക അല്ലേ. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുഖാതിലൂനകും ഹത്താ. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബഉം മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. യുഖാതിലൂനകും ഹത്താ എന്ന് പറഞ്ഞിട്ട് അവിടെ മണിച്ചിട്ട് ഓതരുത്. യുഖാതിലൂനകും ഹത്താ അതുപോലെ ഓതുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോകരുത്. ഹ ഹ ഈ 2 അക്ഷരങ്ങൾ തമ്മിൽ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടല്ലോ, അത് നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. താക്ക് ശബ്ദം വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് സൊഹൈറയും വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യറുദ്ദൂകും വമയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ദാലിന് ശബ്ദം വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. വൗമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദീനിക്കും അനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ദീനിക്കും ഓതരുത്. ദീനിക്കും. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇനിസ്തഖാഉ ദീനിക്കും ഇനിസ്തഖാഉ. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബഉം മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നാലും ഇദ്ഹാറാണ് നിയമം, നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ദീനിക്കും ഇനിസ്തഖാഉ എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ദീനിക്കും ഇനിസ്തഖാഉ. സീൻ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കേട്ടോ. അപ്പോൾ ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യണം. അലിഫ് സൊഹൈറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കണം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ അവിടെ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة
ഫി ദുനിയ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ വമൻ യഗ്തദിദ് മിൻകും. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോട് കൂടി ഓതി കൊടുക്കുക. വമൻ യർതദിദ് നൂനിൻ്റെ സൗണ്ടിനെ യായിലേക്ക് ലയിപ്പിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. വമൻ യർതദിദ് മിൻകും. റ കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ ദാല് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വമൻ യർതദിദ് ദാലിന് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. മിൻകും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻകും എന്ന് ഓതിപ്പോവരുത്. മിൻകും യർതദിദ് മിൻകും അതുപോലെ ഓതാട്ടോ. ദീനെ അയണിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ദാലാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോട്ടി കൊടുക്കുക. ദീനെ അതുപോലെ ഓതാട്ടോ. ദീനിഹി നോദിപ്പോവരുത്. ദീനിഹി ഫയുമുത് വഹുവ കാഫിർ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ത സുക്കൂനാവുന്ന സമയത്ത് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കണം. പിന്നെ എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കണം കേട്ടോ. ഫയുമുത് വഹുവ കാഫിർ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിരിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. കാഫിറുൻ ഫഉലൈക. കാഫിനെ കുറച്ചൊന്ന് ചിരിച്ചിട്ട് ഉച്ചരിക്കുക. കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. റോക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫാ വന്നു. തെൻവീനിലുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. കാഫിറുൻ ഫഉലൈക നോദരുത്. കാഫിറുൻ ഫഉലൈക അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുക്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫഉലൈക കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. ഹബിറത് അഅമാലുഹും. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അപ്പോൾ ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുഴുവനായിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ത കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക. ഹബിറത് അഅമാലുഹും അതുപോലെ ഓതുക കേട്ടോ. അയിൻ കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫി ദുനിയ വൽ ആഖിറ. ഫ കൂടെ വന്നിട്ടുള്ള യാമദിനെ നമ്മൾ കൂട്ടി ഒതുമ്പോൾ കളയും. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ദാലിന് ശബ്ദം വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനയ്ക്ക് ശേഷം നമ്മൾ യാ വരുന്ന സമയത്ത് ഇദ്ഗാം ചെയ്യാൻ നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ. ഇദ്ഗാം ബിഗുന്നയാണ് വരുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഫിദ്ദുന്യ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യുന്നില്ല. ഇവിടെ ഇദ്ഹാർ മുത്ലഖ് എന്നുള്ളൊരു നിയമമാണ് വരുന്നത്. ഖുർആനിൽ ഫിദ്ദുന്യ, ബുന്യ, ഇൻവാനും സിൻവാനും എന്നീ 4 വേർഡുകളിൽ ഇതുപോലെ നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ വരുന്നുണ്ട്. നൂൻ സാക്കിനയ്ക്ക് ശേഷം വാവും വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യുന്നില്ല, ഇദ്ഹാറാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇതിന് ഇദ്ഹാർ മുത്ലഖ് എന്നാണ് പറയുക. ഫിദ്ദുന്യ വൽ ആഖിറ അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ ഹ. അപ്പോൾ അക്ഷരത്തിന് കിസ്റ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കാൻ കഴിയില്ല. അക്ഷരത്തിൻ്റെ സൗണ്ടിന് ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൽ ആഖിറ. റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരണം.
ഉച്ചരിക്കണം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മുടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. വൽ ആഖിറ അതുപോലെ വഖഫ് ചെയ്യുക കേട്ടോ. വഉലൈക അസ്ഹാബുന്നാർ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു വാവ് സുക്കൂന് വരുന്നുണ്ടല്ലോ, അത് റസ്മിൽ മാത്രം കാണുന്നതാണ് കേട്ടോ, അച്ചടിയിൽ മാത്രം കാണുന്ന വാവാണ്. അതിന് പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല, കളയുക കേട്ടോ. വഉലൈക അസ്ഹാബുന്നാർ ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. അതേ വിടയിൽ തന്നെ ഹംസയും വന്നിട്ടുണ്ട്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. അസ്ഹാബുന്നാർ സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്യണം. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അലിഫ് സഗീറയാണ് കൂടെ വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാൽ നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. ഇവിടെ നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളുടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മദ് ആര് സുക്കൂനായിട്ട് മാറും. ഇവിടെ വാക്ക് നമ്മൾ സുക്കൂന് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ മദ് ആര് സുക്കൂനായിട്ട് മാറും. അസ്ഹാബുന്നാർ അതുപോലെ 2, 4, 6 കൗണ്ട് വരെ നമുക്ക് നീട്ടിയിട്ട് അവിടെ വഖഫ് ചെയ്യാം. ഹും ഫീഹാ ഖാലിദൂൻ ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കണം. ഹും ഫീഹ എന്ന് ഓതിക്കൊടുക്കരുത്. ഹും ഫീഹ മീമിനെ മണിക്കാതെ വ്യക്തമാക്കിയിട്ട് ഓതിക്കൊടുക്കുക കേട്ടോ. ഹും ഫീഹ ഖാലിദൂൻ ഫ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ കൂടെ അലിഫ് മദ് വന്നു, അതിനെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുമ്പോൾ അക്ഷരത്തിൻ്റെ മഹ്റജും സൗണ്ടൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇസ്തിഅല എന്നുള്ള വിശേഷണം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഹ എന്നുള്ള സൗണ്ടായിട്ട് കൊടുക്കണം. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഹ ഖാലിദൂൻ ഇവിടെ അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.